വടകരയിൽ നിയന്ത്രണം വിട്ട ഇന്നോവ കാർ കടയിലേക്ക് പാഞ്ഞുകയറി ഒരാൾക്ക് പരിക്ക്. വടകര എടോടിയിൽ പാസ്പോർട്ട് ഓഫീസിന് സമീപം രാവിലെ 8ഓടെയാണ് അപകടം. കോഴിക്കോട് ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ ദേശീയപാതയിൽ നിന്നും പഴയ സ്റ്റാൻഡ് റോഡിലേക്ക് വരവെ നിയന്ത്രണം വിട്ട റോഡരികിൽ നിർത്തിയിട്ട ഓട്ടോയിലും സ്കൂട്ടറിലും ഇടിച്ച് കടയിലേക്ക് ഓടിക്കയറുകയായിരുന്നു. സാരമായി പരിക്കേറ്റ വടകര കരിമ്പനപാലം സ്വദേശിനി ദിവ്യയെ വടകര സഹകരണ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട്ടേക്കും മാറ്റി. അടച്ചിട്ട കടയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. തൊട്ടടുത്ത ചായക്കടയിൽ നിന്നും ചായ കുടിച്ച് ഇറങ്ങുകയായിരുന്നു പരിക്കേറ്റ ദിവ്യ. വണ്ടി കരിമ്പനപാലത്ത് ഇങ്ങോട്ടേക്ക് വന്നാണ്. കുറച്ച് അങ്ങോട്ടുള്ളൊരു നമ്മളെ മീറ്റിംഗ് പോസ്റ്റിന് അടിച്ചിട്ട് വന്ന് നേരെ സ്ലാബും കൂടി അടിച്ചിട്ടാണ് ഒരു ഓട്ടോറിക്ഷ ഇവിടെ എന്താ മറിഞ്ഞു. അപ്പുറത്തേക്ക് പോയി അടിച്ചിട്ട് ഇവിടെ ചായ കുടിക്കാൻ വന്നതാണ്. ചായ കുടിക്കാൻ വന്ന ഒരു ലേഡിയും ഭർത്താവ് ഉണ്ടായിരുന്നു. ഭർത്താവ് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. ലേഡി ഇവിടെ നിന്ന് കൈ കൊടുക്കുമ്പോഴാണ് സ്ലാബ് വന്ന് കാലിനടിക്കുന്നത്. തട്ടിയിട്ട് വണ്ടി ഇന്നോവയാണ് വണ്ടി. ഓട്ടോയിലായിരിക്കും പരിക്കില്ല. ഓട്ടോയിലുള്ള ആൾ ചായ കുടിക്കാൻ വന്നതാണ്. ഓട്ടോയിൽ നല്ല പരിക്കാണ്. മറ്റേ ആ പെൺകുട്ടിക്ക് കാലിന് നല്ലൊരു പരിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് സാറിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൺമുന്നിലുള്ളത് കാണാൻ എന്തിന് ഫിലാഡൽഫിയ വരെ പോണം? ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം.